ഹായ്, വെൽക്കം ബാക്ക് നൂറാസ് മാജിക്. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ലൈക്കും ഷെയറും ചെയ്യണേ, കമന്റ് ചെയ്യണേ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരടിപൊളി പിസയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ഈസിയായി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുള്ള പാലൊഴിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. അതിനെ ഒരു 5 മിനിറ്റ് പൊങ്ങാനായി വെക്കുക. ഈസ്റ്റ് നന്നായി പതഞ്ഞ് വന്നാൽ അതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർക്കുക. ഇതിവിടെ ഹോം മെയ്ഡായി ചെയ്തിട്ടുള്ള ഒറിഗാനോ ആണ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. നന്നായി തന്നെ മിക്സ് ചെയ്യുക. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഇതിനെ നന്നായി കുഴച്ചെടുക്കുക. നമ്മൾ കുബൂസിനെല്ലാം കുഴക്കുന്നത് പോലെയാണ് കുഴക്കേണ്ടത്. കുബൂസിനേക്കാളും കുറച്ചൊരു ലൂസിലാണ് ഇതിനെ കുഴക്കേണ്ടത്. എന്നാലാണ് നമുക്കിതിനെ കൈവച്ച് തന്നെ പരത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇതിനെ ഞാൻ നന്നായി സോഫ്റ്റ് ആവുന്നത് വരെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിൻ്റെ മുകൾ വശം ഒന്ന് നന്നായി തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലത്തെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ നനഞ്ഞ തുണി വെച്ചിട്ടോ നമുക്കിതിനെ നന്നായി അടച്ചു വെക്കാം. ഞാനിവിടെ ബീഫ് പിസയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ബീഫ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ കുറച്ച് ബീഫ് എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. അതിലേക്ക് അല്പം സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി തന്നെ കുഴച്ചെടുക്കുക. ഞാനിവിടെ വേറൊരാവശ്യത്തിനും കൂടിയുള്ള ബീഫും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിനൊരു 150 ഗ്രാം ബീഫ് മതിയാകും. ബീഫ് ഒരു 3-4 വിസിലിന് ശേഷം നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്കിതുപോലത്തെ ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്കതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ബീഫ് 2 വശവും നന്നായി തന്നെ ഫ്രൈ ആയാൽ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ബീഫ് ഫ്രൈയും റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് പിസ്സ സോസാണ്. അതിനായി ഇതുപോലത്തെ വലിയ 2 തക്കാളി എടുത്ത് വെള്ളത്തിൽ നന്നായി വേവിച്ചെടുക്കുക. ഇതുപോലെ തൊലി അടർന്നു വരുന്നത് വരെ ഇതിനെ വേവിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. തക്കാളി ഒന്ന് തണുത്ത് വന്നാൽ അതിൻ്റെ പുറത്തുള്ള തൊലി ഇതുപോലെ കളഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതിനെ നന്നായി തന്നെ പേസ്റ്റാക്കി അരച്ചെടുക്കുക.
തക്കാളിയുടെ മുകളിലുള്ള ഈ ഒരു ഭാഗം ഇതുപോലെ കളഞ്ഞെടുക്കേണ്ടതുണ്ട്. ഞാനിതിനെ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് നന്നായി തന്നെ ചൂടായാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറോ ഗീയോ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ സവാള ചെറുതായി അരിഞ്ഞതും, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും, ഒരു 1/4 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒറിഗാനോ ആണിത്. കൂർക്കിലയും തുളസിയുടെ ഇലയും വെളുത്തുള്ളിയും നന്നായി ഉണക്കിയതിന് ശേഷം ഉണക്കമുളകും ചേർത്ത് നന്നായി മിക്സിയിലിട്ട് അടിച്ചതാണിത്. ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിലായാൽ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ പിസ്സയുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലത്തൊരു പാത്രം എടുത്ത് അതിലേക്ക് ആ മാവിനെ വെച്ച് നന്നായി കൈവച്ച് തന്നെ പ്രസ് ചെയ്ത് നല്ല വണ്ണത്തിൽ തന്നെ പരത്തിയെടുക്കുക. ഇത് ഓവൻ്റെ കൂടെ കിട്ടുന്ന ഒരു പാത്രമാണ്. ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റോ നിങ്ങൾക്ക് എടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സയുടെ സോസ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് ക്യാപ്സിക്കം സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തതും, അതുപോലെ തന്നെ സവാള സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തതും, തക്കാളി ചെറുതായി കട്ട് ചെയ്തതും, 150 ഗ്രാം ചീസ് ഗ്രേറ്റ് ചെയ്തതും, ഒരു ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു 1/4 ഭാഗത്തോളം ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായി അല്പം ക്യാപ്സിക്കം കട്ട് ചെയ്തതും, അതിൻ്റെ മുകളിൽ അല്പം സവാള കട്ട് ചെയ്തതും, അതിൻ്റെ മുകളിൽ തക്കാളി കട്ട് ചെയ്തതുമെല്ലാം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് ഫുൾ ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിനെ വേവിച്ചെടുക്കാനായി ഇതുപോലത്തൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു റിങ് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇതിനെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ഈ പരത്തി വെച്ചിട്ടുള്ള പിസ്സയുടെ ഇത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായി തന്നെ അടച്ചു വെക്കുക. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റാണ് ഇത് കുക്കാവാനുള്ള സമയം. അങ്ങനെ 25 മിനിറ്റിന് ശേഷം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈസിയായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിക്കായിട്ട് ന്യൂറാസ് മാജിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ. അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.